ഇത് പറഞ്ഞ ഉടനെ സൈക്കോ എമിയെ പിടിച്ച് കീഴ്പ്പെടുത്തിയിട്ട് ആ ഫോൺ തട്ടി വാങ്ങിച്ച് അവളുടെ വാ പൊത്തി വെച്ചിട്ട് ഈ അപ്പനോട് സംസാരിക്കുക. പോലീസുകാരൻ ഡാഡിയോട്, നിനക്ക് നിന്റെ മോളെ ജീവനോടെ വേണമെങ്കിൽ $10,000 ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരിക. ആ സ്ഥലവും സമയവും ഇയാൾ പറഞ്ഞു കൊടുക്കും. അവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിൽ വന്ന് ഈ പണവുമായിട്ട് കാത്തിരിക്കും, മോളെ ഞാൻ ഏൽപ്പിക്കാന്നായിരിക്കും സൈക്കോ പറയുക. അവിടെ നിന്ന് കട്ട് ചെയ്താൽ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഈ എമി പെൺകുട്ടിയുടെ അച്ഛൻ ഹാൻസം പോലീസുകാരൻ, അങ്ങേരാണ് ഇവരുടെ എല്ലാം ചീഫ്. പുള്ളിയുടെ പ്രൈം ടൈമിലെ ഒരു കേസിന്റെ കഥയാണ് പുള്ളിക്കാരൻ ഇപ്പോൾ പറയുന്നത്. ആ സമയത്ത് സിറ്റിയിൽ 3 കൊലപാതകങ്ങൾ നടന്നിരുന്നു. 3 ആണുങ്ങളുടെ. ഒരു ബോഡി വെള്ളത്തിൽ നിന്ന് കിട്ടി, ഒരു ബോഡി കാട്ടിൽ നിന്ന്, ഒരു ബോഡി വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന്. ഈ 3 കൊലപാതകങ്ങളും ചെയ്ത് ആരാണെന്നറിയില്ല, പരസ്പര ബന്ധമില്ലാത്ത ആൾക്കാർ. എന്നാൽ ഈ 3 പേർക്കും സാമ്യമുള്ള ഒരൊറ്റ വിഷയം ഉണ്ടായിരുന്നുള്ളൂ, 3 പേരുടെയും ചെറുവിരൽ കട്ട് ചെയ്ത് മാറ്റിയിരുന്നു. പിന്നീട് പോലീസുകാർ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലായത് ഈ 3 പേരും ഗേ മെന്നുകളായിരുന്നു. അങ്ങനെ ഗേ ആയിട്ടുള്ള ആളെ ആരായിരിക്കും അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക? അതറിയാൻ വേണ്ടി സിറ്റിയിലെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഗേ ആൾക്കാരുമായിട്ട് പോലീസുകാർ സംസാരിച്ചു. അപ്പൊ അവരെല്ലാം ഭയന്നിരുന്ന ഒരുത്തനുണ്ട്, ഒരു ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള പണക്കാരൻ. പുള്ളിക്കാരന് ആമ്പിള്ളേരെയാണ് ഇഷ്ടമുണ്ടായിരുന്നു. കാശ് കൊടുത്ത് ഈ മെൻ പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ അയാൾ വിളിച്ചുകൊണ്ട് പോകും, എന്നാൽ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാർ പ്രൈം സസ്പെക്റ്റ് ആയിട്ട് ഈ പുള്ളിക്കാരനെയാണ് വിചാരിക്കുക. എന്നാൽ ആരെയും അയാൾ കൊലപാതകം ചെയ്തതായിട്ട് തെളിവില്ല. ഇതുവരെ അബ്യൂസ് ചെയ്ത ആൾക്കാരുടെ അവയവങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും ഈ 3 കൊലപാതകങ്ങൾക്കും ഉത്തരവാദി അയാൾ തന്നെ ആയിരിക്കുമെന്നാണ് പോലീസുകാർ വിചാരിക്കുക. പക്ഷെ അയാൾക്കെതിരെ തെളിവില്ല. ഇനി പിടിക്കണമെങ്കിൽ കയ്യോടെ പിടിക്കണം, ക്രൈം ചെയ്യുമ്പോൾ പിടിക്കണം. അങ്ങനെ ക്രൈമിന് മറ്റൊരു ജീവൻ ഇട്ടുകൊടുക്കാൻ പോലീസുകാർക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പോലീസിലുള്ള കാണാൻ ഭംഗിയുള്ള ഒരാളെ ഇവനെ ഇരയായിട്ട് ഇട്ടുകൊടുക്കാൻ പോലീസുകാർ തീരുമാനിക്കും. ആ സുന്ദരനായിരുന്നു നമ്മുടെ ചീഫ് പോലീസ്. അങ്ങനെ വേഷം മാറി ഗേയെ പോലെ ചീഫ് പോലീസും തെരുവിൽ നിൽക്കുകയായിരുന്നു അന്ന് രാത്രി. ഈ ഫോട്ടോഗ്രാഫർ വരുന്നു, ചീഫിനെ സെലക്ട് ചെയ്ത് പണവും കൊടുത്തിട്ട് കാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. ഇയാളെ കയ്യോടെ പിടിക്കാൻ വേണ്ടിയിട്ട് 2-3 സ്നൈപ്പർമാരും മറ്റു പോലീസുകാരും വേറെ സ്ഥലത്ത് കാത്തു നിൽക്കുകയായിരുന്നു. ഈ പ്രതിയാവട്ടെ നമ്മുടെ ചീഫിനെ കൊണ്ടുപോയി ഒരു മരത്തിൽ കെട്ടിവെക്കും, ഹാൻഡ് കഫ് ഇട്ട് കെട്ടും. എന്നിട്ട് സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്ന പോലെ ഓരോ ആക്ടിവിറ്റികളൊക്കെ കാണിച്ച് മെല്ലെ കത്തിയെടുത്ത് ചീഫിന്റെ ശരീരത്തുകൂടെ മുറിവില്ലാതെ വരെയാണ്. അപ്പോഴൊക്കെ ചീഫ് പേടിച്ച് വിറയ്ക്കുന്നുണ്ടാവും. എന്നാൽ ഇത്രയും തെളിവ് പോരാ, വിരല് മുറിക്കുന്നത് വരെ ചെല്ലണമല്ലോ. അതിനുവേണ്ടി ചീഫ് കാത്തിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഇവൻ മറ്റെന്തെങ്കിലും ചെയ്താലും കുഴപ്പമാണ്. അതുകൊണ്ട് ചീഫ് ആണെങ്കിൽ കടിച്ചു പിടിച്ച് കാത്തിരിക്കുക. തൊടലടാ, എവിടെയെങ്കിലൊക്കെ തൊടലടാന്നും പറഞ്ഞ് ഇവൻ ഒരസി വിരല് കട്ട് ചെയ്യാൻ ചെന്നു. ആ നേരത്ത് സ്നൈപ്പർമാരാണെങ്കിൽ ഒരുത്തൻ അപ്പിയിടാൻ പോയി, മറ്റൊരുത്തൻ പൊണ്ടാട്ടിയുടെ കോള് വന്നപ്പോൾ മാറിപ്പോയി, വേറൊരുത്തൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. ഇയാൾ കട്ട് ചെയ്ത വിരല് തുണ്ടായില്ലേ. പണ്ട് കാലമായതുകൊണ്ട് അത് തിരിച്ച് തുന്നിച്ചേർക്കുമെന്നും അറിയില്ല. ഈ സപ്പോർട്ട് പോലീസുകാരന്മാരെ കാണാത്തോണ്ട് നമ്മുടെ ചീഫ് ഒരു ട്രിക്ക് ഉപയോഗിച്ച് ഇവനെ കീഴ്പ്പെടുത്താൻ തീരുമാനിച്ചു. അവൻ വിരല് മുറിക്കാൻ നേരം ചീഫ് അവനോടൊരു ഉമ്മ ചോദിക്കുകയാണ്. എനിക്കൊരു ഉമ്മതായോ, ഞാനിപ്പോൾ ഹോണി ആയിട്ടുണ്ട്, പെട്ടെന്ന് ഉമ്മതായോ, അല്ലെങ്കിൽ മൂഡ് മാറുമെന്നും പറഞ്ഞ് ഉമ്മ ചോദിക്കുക. ഉടനെ ഫോട്ടോഗ്രാഫർ ഇപ്പം നിനക്ക് പിടിച്ച് ഉമ്മരാന്നും പറഞ്ഞ് മുന്നോട്ട് വന്ന് അവൻ ഉമ്മ കൊടുക്കാൻ വേണ്ടി തലയ്ക്കടുത്തേക്ക് പോവാണ്. അപ്പൊ ചീഫ് രണ്ടും കൽപ്പിച്ച് തന്റെ തല കൊണ്ട് ആ വികാരന്റെ മണ്ടയ്ക്കിട്ടൊരു ഒറ്റ അടി കൊടുക്കും. ആ ഇടി കൊണ്ട ഫോട്ടോഗ്രാഫർ പാതി ബോധം പോയി നിലത്തേക്ക് വീഴ. അപ്പോഴേക്കും ബാക്കിയുള്ള പോലീസുകാരൊക്കെ അവിടെ എത്തി ആ കൊലയാളെ പിടിക്കുകയും ചെയ്തു, നമ്മുടെ സുന്ദരൻ ചീഫിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത് എന്ന് ചോദിക്കുമ്പോൾ ഒരു പോലീസുകാരൻ പറയും, എല്ലാ പണികളും തോറ്റുപോയാൽ അവസാനം എതിരാളിയോട് ഉമ്മ ചോദിക്കുക, അതിലെങ്കിലും നമ്മൾ ജയിക്കും. ഇതാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് എന്നും പറഞ്ഞ് ഇവർ പരസ്പരം ചിരിക്കുന്നുണ്ടാവും. ഈ സീൻ കഴിയുമ്പോൾ വീണ്ടും പ്രസന്റിലേക്ക് വന്നാൽ എമിയുടെ അച്ഛൻ നമ്മുടെ ചീഫ് പോലീസ് സൈക്കോ പറഞ്ഞതനുസരിച്ച് പണവുമായി അയാൾ പറഞ്ഞ അഡ്രസ്സിലേക്ക് വന്നിട്ടുണ്ട്. ആ വീട്ടിലെ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ടെങ്കിലും ആരും കതക് തുറക്കുന്നില്ല. അപ്പോഴായിരിക്കും വഴിയേ പോയൊരു വഴിപോക്കൻ, സർ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ച് നമ്മുടെ ചീഫിന്റെ അടുത്തേക്ക് വരുന്നു. ഒരു മിഡിൽ ഏജ് മനുഷ്യൻ. ചീഫാണെങ്കിൽ നല്ല ദേഷ്യക്കാരനാണല്ലോ. പുള്ളിക്കാരൻ പെട്ടെന്ന് തോക്കെടുത്തിട്ട്, ആരാടാ നീ എങ്ങനെ ഇവിടെ വന്നു? സത്യം പറ, എന്റെ മോളെവിടെ? എന്റെ മോളെ മറച്ചു വെച്ച് ഉപദ്രവിക്കാൻ നോക്കിയാൽ നിന്നെ കൊന്നുകളയും പന്നിയെന്നും പറഞ്ഞ് ചീഫ് ആ വയസ്സനെ പിടിച്ച് അയാളുടെ വാക്കി നേരെ തോക്ക് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുക. അപ്പൊ ആ വയസ്സനാണെങ്കിൽ കരഞ്ഞോണ്ട് പറയും, ചേട്ടാ ഞാനൊരു വഴിപോക്കനാ, ഇവിടെ അടുത്താ താമസിക്കുന്നത്, പട്ടീനെ കൊണ്ട് നടക്കാൻ ഇറങ്ങിയതായിരുന്നു. ഈ വീട്ടിലെ താമസക്കാരൊക്കെ നാട് വിട്ടുപോയി. അപ്പോഴാണ് പുതിയതായി നിങ്ങളെ കണ്ടത്. നിങ്ങൾ ആരാന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അടുത്തേക്ക് വന്ന്, അല്ലാതെ നിങ്ങൾ പറയുന്ന കേസുമായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ലാന്നും പറഞ്ഞ് പുള്ളിക്കാരൻ കരയാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ചീഫിന് മനസ്സിലാവുക അയാൾ ശരിക്കും ഏതോ ഒരു അയൽവാസിയാണ്, ഇതിലെ നടക്കാൻ ഇറങ്ങിയതായിരുന്നു. വെറുതെ നമ്മൾ മോളെ കാണാത്ത ടെൻഷനിൽ ഒരു വഴിപോക്കനെ ഉപദ്രവിച്ചല്ലോ എന്നും പറഞ്ഞ് പോലീസ് ഡാഡി സോറി പറഞ്ഞിട്ട് അവിടുന്ന് കാർ എടുത്ത് പോകാൻ നിൽക്കുക.
അപ്പൊ ഈ വയസ്സൻ പുറകെ ചെന്ന് കുഴപ്പമൊന്നുമില്ല ചേട്ടാ, എല്ലാ കാര്യങ്ങളും ശരിയാവും, നിങ്ങളുടെ മോള് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ എന്നും പറഞ്ഞിട്ട് ഇയാള് പുറകെ ചെന്ന് പെട്ടെന്ന് ടേസർ എടുത്ത് ഡാഡി പോലീസിന്റെ പുറത്ത് വെച്ച് പുള്ളിയെ ഷോക്ക് അടിപ്പിച്ച് വീഴ്ത്തും. സോ ഇത്രയും നേരം പാവായിട്ട് അഭിനയിച്ച ആ മിഡിൽ ഏജ് വയസ്സൻ തന്നെ ആയിരുന്നു യഥാർത്ഥ കിഡ്നാപ്പർ. അയാൾ അങ്ങനെ ചീഫ് പോലീസുകാരനെയും പറ്റിച്ചു. ഇപ്പൊ ചീഫ് പോലീസിന്റെ കാറും എടുത്തിട്ട് ആരും കാണാതെ പുള്ളിക്കാരൻ അയാളുടെ വീട്ടിലേക്ക് വരികയാണ്. ആ നേരത്ത് ഇവിടെ ബോധം വന്ന ഹീറോ തന്നെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതിനടുത്തായിട്ട് ഒരു വാട്ടർ പൈപ്പ് പോകുന്ന കാണും. ഹീറോ ആ പൈപ്പിലേക്ക് ആഞ്ഞു ചവിട്ടി അത് പൊട്ടിച്ചു കളയാം. അതിലൊരു പീസ് വന്ന് ഹീറോയുടെ മണ്ടയ്ക്കടിക്കുന്നുണ്ട്. ഇപ്പൊ വെള്ളമൊക്കെ നനഞ്ഞ് സൂപ്പർ ഗ്ലൂ കുറച്ച് ലൂസായിട്ട് ഹീറോ ഭിത്തിന്ന് രക്ഷപ്പെടാൻ നിൽക്കുമ്പോഴായിരിക്കും എമി വിളിക്കുന്നത്, പീറ്റർ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ പീറ്റർ ചോദിക്കും, ആ സൈക്കോ ഇപ്പോഴും നിന്റെ കൂടെ ഉണ്ടോന്ന്. എമി പറയാണ്, ഇല്ല, അയാൾ പുറത്തേക്ക് പോയി, എന്റെ അച്ഛന് കോൾ ചെയ്തിട്ടാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്, അച്ഛൻ എന്താ പറ്റിയെന്ന് അറിയില്ല, എനിക്ക് പേടിയാന്ന് അവള് പറയും. അപ്പൊ ഹീറോ, നീ പേടിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞ് ഈ ഗ്ലൂവിലെ പിടുത്തം വിടുവിച്ചിട്ട് നിലത്തിറങ്ങി അവിടെയുള്ളൊരു ചെയർ എടുത്ത് എമിയെ പൂട്ടി വെച്ചിരിക്കുന്ന ഭിത്തിയിൽ ഇഷ്ടികയെല്ലാം ഇടിച്ചു പൊളിക്കും. എന്നിട്ട് അവളുടെ മുറിക്കകത്തേക്ക് കയറി പോവാ. പേടിക്കണ്ട, നമ്മൾ രക്ഷപ്പെടാമെന്നും പറഞ്ഞ് അവൾ സമാധാനിപ്പിക്കുന്ന സമയത്തായിരിക്കും ഈ വില്ലൻ അകത്തേക്ക് കയറി വരുന്ന ശബ്ദം കേൾക്കുന്നത്. അയാൾ അപ്പനെ കെട്ടിവെച്ച് ഇയാളെ മുറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഈ സൈക്കോ CCTV പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോ ഭിത്തിയിൽ വലിയ ഓട്ടയുണ്ടാക്കിയതായിട്ടും എമിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചായിട്ടും കാണാം. ഉടനെ ഇയാൾ മാസ്ക് ധരിച്ചിട്ട്, എമി, ഞാൻ നിന്നെ കാണാൻ വരുന്നുണ്ട്, നിങ്ങൾ ചെയ്ത കുറുമ്പൊക്കെ എനിക്ക് മനസ്സിലായി, എനിക്കിപ്പം നിന്നെ സ്നേഹിക്കാൻ തോന്നുക, ഞാൻ വന്ന് സ്നേഹിക്കട്ടെ എന്നും പറഞ്ഞ് ഇയാൾ തോക്കുമെടുത്ത് നേരെ എമിയുടെ മുറിയിലേക്ക് കയറി ചെല്ലും. അകത്തൊരു സ്റ്റെപ്പ് വെച്ച ഉടനെ എമി അയാളുടെ രൂപം കണ്ട് പേടിക്കുന്നുണ്ട്. എന്നാൽ അവൾക്ക് എന്തോ മനസ്സിലായതുപോലെ ആ സമയത്താണ് ഒളിച്ചിരുന്ന ഹീറോ ഈ സൈക്കോയെ അറ്റാക്ക് ചെയ്യുന്നു. അവന്റെ മണ്ടയ്ക്കൊരടിയും കൊടുത്ത് അയാളുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് തട്ടിപ്പറിച്ചിട്ട് ഹീറോ അടുത്ത സെക്കൻഡ് തന്നെ ഒരിറ്റ് പോലും വൈകിക്കാതെ ആ തോക്കിലുണ്ടായിരുന്ന ഉണ്ടയെല്ലാം വെടിവെച്ച് തീർക്കും ഈ സൈക്കോടെ പുറത്ത്. അവൻ ഇത്രയും നേരം ഉണ്ടായിരുന്ന ദേഷ്യം എല്ലാം തീർക്കുകയാണ് ഹീറോ. ഇയാളകത്ത് കയറി വരുമ്പോഴേ അലേർട്ട് ആവണ്ടേ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു. സംഭവം സൈക്കോ ആദ്യം കയറ്റി വിട്ടത് നമ്മുടെ ചീഫ് പോലീസുകാരനെയായിരുന്നു. അയാൾക്ക് മുഖംമൂടിയും അണിയിച്ചു കൊടുത്തിട്ട് ഹീറോയുടെ കെണിയിലേക്ക് അയാളെ തള്ളിവിടുകയായിരുന്നു ഹീറോയെ പറ്റിക്കാൻ വേണ്ടി. ഹീറോയും മണ്ടൻ വില്ലനാന്ന് വിചാരിച്ചിട്ട് ആ പോലീസുകാരനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഇപ്പൊ അപ്പം മരിച്ച വിഷമത്തി എമി ഇരുന്ന് പൊട്ടിക്കരയായിരിക്കും. സൈക്കോ അടുത്ത് ചെന്നിട്ട്, മോൾക്ക് ആ ഡാഡി പോയാലെന്താ, ഈ ഡാഡി ഉണ്ടല്ലോ എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ എമി അവളെ കയ്യിൽ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ മരക്കഷ്ണം കൊണ്ട് ഈ സൈക്കോയുടെ കഴുത്തിലേക്ക് കുത്തിയിറക്കും. സൈക്കോന് വലിയൊരു മുറിവുണ്ടായി ഇപ്പൊ കഴുത്തില്. അവൻ ആ മുറിവും പൊത്തിപ്പിടിച്ച് നിനക്ക് കാണിച്ചരാടിയെന്നും പറഞ്ഞ് നമ്മുടെ പെണ്ണിന്റെ മോന്തയ്ക്കടിച്ച് അവളെ ബോധം കെടുത്തുക. അടുത്ത സീനി ഹീറോ ഇവൻ വേറെ ഏതോ മുറിയിൽ കെട്ടിവെച്ചിരിക്കുകയായിരിക്കും. ചെയിനൊക്കെ ഇട്ട് ചേറി കെട്ടിവെച്ചിരിക്കുക. ഹീറോയ്ക്ക് ബോധമൊന്നുമില്ല. ഈ അബോധാവസ്ഥയിലായിരിക്കും ഹീറോ അവന്റെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നു. 1-2 തവണ ഹീറോ തോക്കെടുത്തിട്ടുണ്ടെങ്കിലും മണ്ടനെ പോലെ വെടിവെക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാര്യമായിട്ട് പ്രയോഗിച്ചിട്ടില്ല. എന്നാൽ ഒരു തവണ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി ഹീറോ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കണ്ടെയ്നർ പോർട്ടിലുള്ള ഒരു ഓഫീസിൽ അതിന്റെ മാനേജർക്ക് 2 ലക്ഷം രൂപയോളം ഫോൺ ബില്ല് വന്നിട്ടുണ്ട്. എന്നാൽ അയാൾ കാര്യമായിട്ട് ഫോൺ യൂസ് ചെയ്തിട്ടില്ല. എന്റെ ഫോൺ ആരോ ടാപ്പ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്, അതാരാണെന്ന് കണ്ടുപിടിക്കണം എന്നതായിരിക്കും അങ്ങേരുടെ കേസ്. സോ ഹീറോ ചെന്ന് അന്വേഷിക്കുന്നു. ഈ ഓഫീസിന് തൊട്ടടുത്തുള്ള എല്ലാ കണ്ടെയ്നറുകളും ഹീറോ പരിശോധിക്കുന്നുണ്ട്. അപ്പൊ അതില് ഒരു കണ്ടെയ്നറിലേക്ക് ആരും കാണാതെ ഈ ലാൻഡ് കേബിൾ പോയിട്ടുള്ളതായിട്ട് ഹീറോയുടെ ശ്രദ്ധയിൽപ്പെടും. ആ കണ്ടെയ്നറിനകത്ത് കയറിയ ഹീറോ അതിനകത്തെ കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ചു പോവാ. ഒരുപാട് ഡെഡ് ബോഡികൾ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി തൂക്കി വെച്ചിരിക്കുന്നു. ഈ ഡെഡ് ബോഡികളെ പ്രതിമയെപ്പോലെ ആക്കി മുഖംമൂടിയൊക്കെ ധരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കാഴ്ച കണ്ട് ഹീറോ പേടിച്ച് നിൽക്കുമ്പോഴാണ് കണ്ടെയ്നറിലെ മറ്റൊരു ഡോറ് തുറന്ന് ഏതോ ഒരു തൊപ്പിക്കാരനകത്തേക്ക് വരുന്നു. അയാളെ കണ്ടുടനെ അനങ്ങിപ്പോരുത്, പോലീസാണെന്നും പറഞ്ഞ് ഹീറോ തോക്കെടുക്കും. ഈ അകത്ത് കയറിയ ക്രിമിനലും കയ്യിൽ തോക്കെടുക്കുന്നുണ്ട്. ഉടനെ പേടിച്ച ഹീറോ പൊടുന്നെ ടപയെന്ന് ഷൂട്ട് ചെയ്ത് ആ വയസ്സായ പ്രതിയെ കൊന്നുകളയാണ്. അയാളുടെ പേര് ടെറൻസ് ആൽബി. അയാളാണ് കുറ്റക്കാരനെന്ന് തെളിഞ്ഞു. പ്രതിയെ കൈയോടെ പിടിച്ച് കൊല്ലുകയും ചെയ്ത ഹീറോയ്ക്ക് പോലീസുകാര് ഡിറ്റക്റ്റീവായി പ്രമോഷനും കൊടുത്തു. അങ്ങനെ ഒരു തവണ മാത്രമാണ് താൻ വെടിവെച്ചതിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഇപ്പോ ഒരു നിരപരാധിയായ മനുഷ്യനെ ഹീറോ മണ്ടത്തരം കാണിച്ച് കൊന്നുകളഞ്ഞിരിക്കുന്നു, അവരെ ചീഫ് പോലീസിനെ. അതാലോചിച്ച് ഹീറോ വിഷമിക്കും. ഇവിടെയാണ് ഒരു അപ്രതീക്ഷിത സംഭവം നടക്കുന്നത്. ഹീറോയെ കെട്ടിവെച്ചിരിക്കുന്ന റൂമിന്റെ ഡോറ് തുറന്ന് നമ്മുടെ ക്യാപ്റ്റൻ അകത്തേക്ക് വരുന്നുണ്ട്. എന്താടാ പയ്യ, നീ ഇനിയും മരിച്ചില്ലായിരുന്നോ എന്നും ചോദിച്ചിട്ട് പുള്ളിക്കാരൻ ഹീറോയെ രക്ഷപ്പെടുത്താൻ നോക്കുകയാണ്. എന്നാൽ ഹീറോയുടെ ഹാൻഡ് കഫ് അങ്ങേർക്ക് അഴിക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്തായാലും ബാക്കപ്പിന് ആളെ വിളിക്കട്ടെ എന്നും പറഞ്ഞ് ക്യാപ്റ്റൻ ഫോൺ എടുത്ത് കോൾ ചെയ്യാൻ നോക്കും. എന്നാൽ ഈ പ്രദേശത്തൊന്നും തന്നെ മൊബൈൽ റേഞ്ച് ഇല്ല. ഇനിയാണ് ക്യാപ്റ്റൻ
ക്യാപ്റ്റൻ ഇവിടെ എത്തിപ്പെട്ട കഥ കാണിക്കുന്നു. സംഭവം ചീഫിനെ കാണാണ്ടായില്ലേ. ചീഫ് ക്യാപ്റ്റനോട് മാത്രം പറഞ്ഞിരുന്നു ഞാൻ ഇന്ന പ്രദേശത്തേക്കാണ് പോണതെന്ന്. അതുകൊണ്ട് ചീഫിനെ കാണാതായി കഴിഞ്ഞ് ക്യാപ്റ്റൻ ആ പ്രദേശത്തുള്ള ഓരോ വീടുകളായി പരിശോധിച്ചു വരികയായിരുന്നു. അങ്ങനെയാണ് വില്ലന്റെ ഈ വീട്ടിലേക്കും വരുന്നത്. ഈ സ്ഥലത്ത് ചില ആൾക്കാരെ കാണാതായിട്ടുണ്ട്, അതുകൊണ്ട് എൻക്വയറിക്ക് വേണ്ടി ഞങ്ങൾ ഈ പരിസരത്തുള്ള ആൾക്കാരെയൊക്കെ ചോദ്യം ചെയ്യുവാണെന്ന് ക്യാപ്റ്റൻ വില്ലനോട് പറയും. എന്നിട്ട് ആദ്യം ഹീറോയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും കാണിച്ചു കൊടുത്ത് ഇതുപോലെ ആരെങ്കിലും ഈ പരിസരത്ത് കണ്ടിരുന്നോ എന്ന് ചോദിക്കും. അതിന് വില്ലൻ പറയാണ്, അത് ഞാൻ ന്യൂസിൽ കണ്ടിരുന്നു, ഒരു പോലീസുകാരനെ കുറച്ചു നാൾ മുന്നേ കാണാതായില്ലേ, അത്രമാത്രം എനിക്ക് അറിയാവൂ, ആളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് വില്ലൻ പറയുക. എന്നാൽ ആ വില്ലന്റെ നോട്ടത്തിലും സംസാരത്തിലും നമ്മുടെ ക്യാപ്റ്റന് സംശയം വരും. വില്ലൻ കുറച്ച് പേടിച്ചിട്ടുണ്ട്. അപ്പൊ ക്യാപ്റ്റൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ അകത്ത് കയറി ഒന്ന് പരിശോധിച്ചോട്ടെ എന്ന്. അതിന് വില്ലൻ പറയും, വാറണ്ട് ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് അകത്തേക്ക് കയറാൻ പറ്റുക? അപ്പൊ ക്യാപ്റ്റൻ, ഞാൻ ഫ്രണ്ട്ലി ആയി ചോദിച്ചെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വാറണ്ട് നിർബന്ധമാണെങ്കിൽ ഞാനൊന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം എന്ത് പറയുന്നു? അതിന് വില്ലൻ, അതിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി പരിശോധിക്കാമെന്നും പറഞ്ഞ് മാറി നിന്നു കൊടുക്കും. എന്നാൽ ആ സമയത്ത് തന്നെ ഈ വില്ലന്റെ കഴുത്തിൽ ഒരു മുറിവുള്ളതായിട്ടും കൂടെ നമ്മുടെ ക്യാപ്റ്റൻ ശ്രദ്ധിക്കുന്നുണ്ട്. വീടിനകത്തേക്ക് കയറുമ്പോഴാണ് വില്ലൻ ചോദിക്കുക, നിങ്ങൾ തനിച്ചാണോ വന്നത് അതോ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന്. ക്യാപ്റ്റൻ, അതെന്തിനാ നിങ്ങൾ അറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ വില്ലൻ പറയും, കൂടുതൽ ആളുണ്ടെങ്കിൽ അവർക്കും കൂടെ ചേർന്ന് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അതിന് ക്യാപ്റ്റൻ, ഇല്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നും പറഞ്ഞ് ഈ വീടിനകത്തേക്ക് കയറുന്നു. പരിശോധിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോഴായിരിക്കും ക്യാപ്റ്റൻ പറയുക, ഒരാഴ്ചയ്ക്ക് മുന്നേ ഞങ്ങളുടെ എമർജൻസിയിലേക്ക് ഒരു കോൾ വന്നിരുന്നു. അതിലാരും സംസാരിച്ചില്ല, ശബ്ദം കേൾക്കുന്നില്ലായിരുന്നു. എന്നാൽ കുറച്ചു നേരം ഈ കോൾ കട്ടാവാതെ ലൈനിൽ തന്നെ തുടർന്നു. അപ്പോഴാണ് ഏജന്റിന് സംശയം തോന്നിയിട്ട് അവരൊരു പോലീസുകാരനെ ഈ പ്രദേശം പരിശോധിക്കാൻ അയക്കുന്നത്. ആ കോള് ഈ നെയ്ബർഹുഡിൽ നിന്നാണ് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാരൻ ഈ പ്രദേശത്തേക്ക് വരുന്നു. പിന്നീട് അങ്ങേരെക്കുറിച്ച് ഒരു വിവരവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് മറ്റൊരു പോലീസുകാരൻ അങ്ങേരെയും ഈ പ്രദേശത്ത് വെച്ച് കാണാതായി. അതുകൊണ്ട് എനിക്ക് പല സംശയങ്ങളുണ്ട്. ഞാൻ എന്തായാലും ബാക്കപ്പിന് ആളെ വിളിക്കാൻ പോവാന്നും പറഞ്ഞ് നമ്മുടെ ക്യാപ്റ്റൻ ലാൻഡ് ലൈൻ റിസീവർ എടുത്ത് ബാക്കിയുള്ള പോലീസുകാരെ വിളിക്കാൻ നോക്കുക. അപ്പണ്ട് ഈ സൈക്കോ കയ്യിലെ തോക്കുമായി നമ്മുടെ ക്യാപ്റ്റനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ക്യാപ്റ്റൻ തിരിഞ്ഞവനൊരു ചവിട്ടും കൊടുത്ത് കയ്യിലെ തോക്കുകൊണ്ട് അവന്റെ നെഞ്ചത്തേക്ക് ഒരു വെടിവെക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ മുറിയിലേക്ക് കടന്നു വരുന്നത്. ഇപ്പൊ ഹീറോ ക്യാപ്റ്റനോട് ചോദിക്കുകയാണ്, അവനെ നിങ്ങൾ കൊന്നോ, അവൻ മരിച്ചോ, ഇപ്പൊ അവൻ എവിടെയാണ് കിടക്കുന്നതെന്ന്. ക്യാപ്റ്റൻ പറയും, ഞാൻ വെടിവെച്ചിട്ടുണ്ട്, അവൻ മരിച്ചിട്ടൊന്നുമില്ല, എന്നാലും സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ അവനെ ഹാൻഡ് കഫ് ഇട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. ഇത് കേട്ട ഹീറോ പറയും, ഹാൻഡ് കഫ് ഇട്ട് കെട്ടാൻ പാടില്ലായിരുന്നു, അവന്റെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടെന്ന്. ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും ക്യാപ്റ്റന്റെ മണ്ട തുളച്ച് ഒരു ബുള്ളറ്റ് പുറത്തേക്ക് ചാടും. പുറകീന്ന് ആ വില്ലൻ ക്യാപ്റ്റനെ ഷൂട്ട് ചെയ്ത് കൊന്നതായിരുന്നു. ഇത് കണ്ട് ഹീറോ ആകെ വിറച്ച് തരിച്ചു പോവാ. അത് കഴിഞ്ഞ് വില്ലൻ ഹീറോയെ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ട്. ഹീറോ, എന്നെ കൊല്ലടാ, എന്നെ കൊല്ല്, ഇനിയും നീ എന്തിനെ എന്നെ ബാക്കി വെച്ചിരിക്കുന്നു എന്ന് ചോദിക്കും. എന്നാൽ ആ സൈക്കോ ഹീറോയെ മാത്രം കൊല്ലുന്നില്ല. ഇപ്പോഴാണ് ഹീറോയ്ക്ക് ഒരുപാട് ബലമായ സംശയങ്ങളുണ്ടാവുന്നത്. എന്തുകൊണ്ട് അവൻ എന്നെ മാത്രം കൊന്നിട്ടില്ല? ഹീറോയുടെ സംശയങ്ങൾക്ക് അവന്റെ കൂട്ടുകാരായ അപ്പം പോലീസുകാരാണ് ഉത്തരം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഹീറോയ്ക്ക് തോന്നും. ഈ സൈക്കോ പെട്ടെന്നൊരു ദിവസം ഇവരെ കടത്തിക്കൊണ്ട് വന്നതല്ല, ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്ത് ഇവരെ കടത്തി പൂട്ടി വെക്കാനുള്ള സ്ഥലമൊക്കെ പ്രിപ്പയർ ചെയ്തതിനു ശേഷമാണ് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതിലും അവന് പ്രധാനമായിട്ട് വേണ്ടത് ഹീറോയെ തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഹീറോയോട് അവന് പ്രതികാരമുണ്ട്. എന്തുകൊണ്ടായിരിക്കണം ആ പ്രതികാരം? ഹീറോ തന്റെ ജീവിതത്തിൽ വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. ആർക്കും പകയുണ്ടാവാനും മാത്രം കൊലപാതകങ്ങളും ചെയ്തിട്ടില്ല. ചെയ്തതാകെ അബദ്ധത്തിലൊരു വെടിവെപ്പ്, അതും ഒരു കൊടിയ ക്രിമിനലിനെ. ഇനിയിപ്പോൾ അയാൾക്ക് വേണ്ടിയാണോ ഈ സൈക്കോ പ്രതികാരം ചെയ്യാൻ വന്നിരിക്കുന്നത്? അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുക. ഈ സൈക്കോ അവൻ ക്രൈം ചെയ്യുന്ന സമയത്ത് അവന് കൂട്ടായി ഒരു സുഹൃത്തിനെ കിട്ടിയിരുന്നു, ഒരു മെന്ററെ, ഒരു ഗുരുവിനെ. അയാളെപ്പറ്റി ഇപ്പൊ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഹീറോ അന്ന് അബദ്ധത്തിൽ കൊന്നുകളഞ്ഞത് ഈ സൈക്കോയുടെ മെന്ററിനെ തന്നെയാണ്, മറ്റൊരു സീരിയൽ സൈക്കോ കില്ലറിനെ. അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാന്തൻ ഹീറോയെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞ ഹീറോ അടുത്ത് കിടക്കുന്ന ക്യാപ്റ്റൻ പോലീസുകാരനില്ലേ, അയാളുടെ പോക്കറ്റിൽ നിന്നും ഹാൻഡ് കഫ് അഴിക്കാനുള്ള താക്കോലെടുക്കും. പോലീസുകാരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ, അതെടുക്കാണ്. എടുത്ത് തന്റെ കയ്യിലെ ഒരു വിലങ്ങ് അഴിക്കുമ്പോഴേക്കും ഈ സൈക്കോ അകത്തേക്ക് വന്നു. ഹീറോ തന്റെ കൈ അഴിഞ്ഞതുപോലെ കാണിക്കുന്നില്ല, ബോധം കെട്ടതുപോലെ അഭിനയിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഈ സൈക്കോ പോലീസുകാരന്റെ പോക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ തപ്പിയെടുക്കാൻ നോക്കും. ഈ തക്കത്തിന് തന്റെ കയ്യിലെ വിലങ്ങ് മാറ്റിയിട്ട് കെട്ടിവെച്ചിരുന്ന ചങ്ങല കൊണ്ട് ഈ സൈക്കോയുടെ കഴുത്ത് മുറുക്കി അവനെ പിടിക്കുകയാണ് ഹീറോ. എന്നിട്ട് തന്നെ കെട്ടിവെച്ചിരുന്ന അതേ ചങ്ങലയിൽ ഹീറോ ആ സൈക്കോനെ കെട്ടിവെക്കും. എന്നിട്ട് നല്ല തല്ല് കൊടുത്തിട്ട്, നിന്റെ ഗുരുവായ ആ പ്രാന്തനെ കൊന്നതുകൊണ്ടാണോടാ നീ എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? നിന്നെപ്പോലെ തന്നെ
അവനും ചാവാൻ അർഹനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൊന്നതെന്ന് ഹീറോ പറയും. അപ്പ സൈക്കോ, അതുകൊണ്ട് മാത്രമല്ല, നീ അന്ന് നശിപ്പിച്ചത് ഞാൻ ലൈഫ് ലോങ് ചെയ്ത എന്റെ വലിയ ആർട്ട് വർക്കായിരുന്നു. അതായത് ആ ഡെഡ് ബോഡികളെയൊക്കെ വെച്ച് പ്രതിമ ഉണ്ടാക്കിയില്ലേ, ആ പരിപാടി. അതിനെയാണ് ഹീറോ നശിപ്പിച്ചത്. അതുകൊണ്ട് ഈ സൈക്കോന് ഒരുപാട് നാൾ ഉറക്കമൊന്നും വന്നില്ല. അവൻ ഭ്രാന്ത് പിടിച്ചു കിടക്കുകയായിരുന്നു. തനിക്ക് ഉണ്ടായ ദുരനുഭവത്തിന് പിന്നീട് പ്രതികാരം ചെയ്യാൻ വേണ്ടി അവൻ പുറപ്പെടുകയാണ് ചെയ്തത്. അതിന് ഹീറോയെ ഒരുപാട് നാൾ അവൻ വീക്ഷിച്ചുകൊണ്ടിരുന്നു. കൃത്യസമയത്ത് ഹീറോയിൻ എമി പെൺകുട്ടിയെ വെച്ച് ഹീറോയെ ട്രാപ്പിലാക്കി. എന്നിട്ട് അവനെ മാക്സിമം പീഡിപ്പിച്ച് സന്തോഷിക്കണം എന്നായിരുന്നു ഈ സൈക്കോയുടെ ആഗ്രഹം. ഇപ്പൊ നീ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയില്ലേ? ഇനി ഞാൻ മറ്റൊരു സത്യം കൂടെ പറയാം. ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ മറ്റൊരുത്തനും കൂടെ ഉണ്ട്. ഞാൻ പിടിക്കപ്പെട്ടാൽ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ വരും. നീ എന്നെ വേണമെങ്കിൽ കൊന്നോളൂ, പക്ഷെ നിനക്ക് രക്ഷയില്ല എന്ന് സൈക്കോ പറയാണ്. ഹീറോ അവന്റെ നെഞ്ചിലേക്കൊരു ചവിട്ടും വെച്ചു കൊടുത്തിട്ട് എമിയെയും പൊക്കിയെടുത്ത് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പുറത്തേക്ക് വരും. അപ്പോഴാണ് സ്റ്റെപ്പിലായിട്ടൊരു തോക്ക് വെച്ചിരിക്കുന്നത് കാണാം. ഇവൻ ആ തോക്ക് സേഫ്റ്റിക്ക് കയ്യിലെടുത്ത് വെച്ചിട്ട് നേരെ വീടിന്റെ ഹാളിലേക്ക് എത്തുമ്പോൾ അവിടെ ഹീറോ ആ പോലീസുകാരനെ ഷൂട്ട് ചെയ്യുന്നതെല്ലാം ഇവൻ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്നത് കാണും. ഇവനെതിരെ ധാരാളം തെളിവുകളിപ്പുണ്ട്. എന്തായാലും ഇപ്പൊ ആദ്യം ഈ വീട് വിട്ട് പുറത്തു കിടക്കണം. അതിനുവേണ്ടി പെൺകുട്ടിയെയും പൊക്കിയെടുത്ത് ഹീറോ വീടിന് വെളിയിലേക്ക് ഓടിവരാ. അപ്പണ്ട് നിറച്ച് പോലീസുകാര് വീടിന് ചുറ്റും തോക്കുമായിട്ട് നിൽക്കുന്നു. ഹീറോ പെൺകുട്ടിയെ നിലത്ത് കിടത്തിയിട്ട്, കുറ്റം ചെയ്ത് ഞാനല്ല, അവൻ ഇപ്പോഴും അകത്തുണ്ട്, നിങ്ങൾ ചെന്ന് അവനെ പിടിക്കുമെന്ന് പറഞ്ഞ് കൈ ഉയർത്തി കാണിക്കും. അപ്പോഴാണ് മറ്റൊരു അബദ്ധം പറ്റിയത് ഹീറോയ്ക്ക് മനസ്സിലാവുക. പോലീസുകാര് തോക്ക് താഴെയിട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹീറോയെ കൊണ്ട് ആ തോക്ക് താഴെയിടാൻ കഴിയുന്നില്ല. തോക്ക് അവന്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക. കില്ലർ സെറ്റ് ചെയ്ത മറ്റൊരു ട്രാപ്പായിരുന്നു അത്. തോക്കിലവൻ സൂപ്പർ ഗ്ലൂ തേച്ച് വെച്ചിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് ആ തോക്ക് താഴെയിടാൻ കഴിയുന്നില്ല. കയ്യിൽ തോക്കുള്ളത് കൊണ്ട് തന്നെ പോലീസുകാർ ഹീറോയെ ഷൂട്ട് ചെയ്യാണ്. വെടികൊണ്ടവൻ നിലത്തേക്ക് ബോധം കെട്ടി വീഴും. ഇതാണ് സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. എന്തായാലും ഹീറോ മരിച്ചിട്ടില്ല. മരിച്ചാൽ പിന്നെ കഥയില്ലല്ലോ. ഹീറോയെ പോലീസുകാരെ പിടിച്ച് ജയിലിൽ പൂട്ടി വെച്ചിരിക്കുക. അവൻ നിരപരാധിയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവനെതിരായിരിക്കും എല്ലാ തെളിവുകളും ഉള്ളത്. എമി കോമയിലാണ്. അവളെ കൊണ്ട് മിണ്ടാൻ കഴിയുന്നില്ല. പിന്നെ ഇവരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ സൈക്കോ. പോലീസുകാർ നോക്കുമ്പോൾ ആ സൈക്കോ വീട്ടിലില്ലായിരുന്നു. അവർക്ക് ക്യാപ്റ്റന്റെ ഡെഡ് ബോഡി മാത്രമാണ് കാണാൻ കിട്ടിയത്. അവൻ അവിടെ ഉണ്ടായിരുന്നു എന്നതിന് യാതൊരു തെളിവുമില്ല. അങ്ങനെ ഹീറോ ഇപ്പൊ കുടുങ്ങിക്കിടക്കുക. അവൻ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. എമി എഴുന്നേറ്റാൽ മാത്രമേ യഥാർത്ഥ സത്യം പുറത്തു വരുള്ളൂ. അതിനുവേണ്ടി ഹീറോ കാത്തിരിക്കും. 3 മാസങ്ങൾ കഴിയുമ്പോൾ അവന്റെ ഭാഗ്യത്തിന് എമി എഴുന്നേൽക്കുന്നു. ഉള്ള സത്യങ്ങളെല്ലാം തന്നെ പോലീസുകാരോട് വിളിച്ചു പറയുന്നു. അതോടെ ഹീറോ ജയിലിൽ നിന്ന് റിലീസായി പുറത്തേക്ക് വരാണ്. അവൻ വീണ്ടും ജോലിയിൽ പ്രവേശിക്കും. ഇപ്പോൾ ഒരൊറ്റ ലക്ഷ്യം ആ കില്ലറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അവന്റെ പേര് പോലും ഹീറോയ്ക്ക് അറിയില്ല. എന്നാൽ അവൻ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് ഹീറോയ്ക്ക് അറിയാം. അത് വെച്ചവൻ ആ സൈക്കോയെ ട്രാക്ക് ചെയ്തു പോകും. പല ആൾക്കാരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അവന് ചെറിയ പെൺകുട്ടികളെ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് അവൻ പോയ ഭാഗത്തുള്ള പെൺകുട്ടികളെല്ലാം ഹീറോ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിലെ ഒരു പെൺകുട്ടി ഹീറോ വരച്ചു കൊടുക്കുന്ന പടം കണ്ടിട്ട് അടയാളം അയാളെപ്പോലെ തന്നെയാണെന്ന് പറയും. അവസാനമായി ഒരു പെൺകുട്ടിയെ കൂടെ കാണാതായിട്ടുണ്ട്. ആ സ്ഥലം ഹീറോ കണ്ടുപിടിക്കും. ആ ചെറിയ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താണ്. ഈ രക്ഷപ്പെടുത്തുന്ന സമയത്ത് സൈക്കോ പുറകിൽ നിന്ന് തോക്കുമായി ഹീറോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ചാടി മാറിയ ഹീറോ ആ സൈക്കോയുടെ നെഞ്ചത്തേക്ക് വെടിവെച്ചിട്ട് സ്പോട്ടി വെച്ചെന്നെ അയാളെ കൊന്നുകളയാം. കുട്ടിയെ രക്ഷപ്പെടുത്തി സൈക്കോയെ കൊന്നു. ഈ ഒരു സംഭവം കൊണ്ട് ഹീറോ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ വലിയ ഹീറോ ആയിട്ട് മാറും. ഒരു ഭയങ്കരനായ പോലീസുകാരനായിട്ട് മാറും. ക്യാപ്റ്റനായിട്ടും കൂടെ പ്രൊമോഷൻ കിട്ടും ഈ ചെറുപ്രായത്തിൽ തന്നെ. നമ്മുടെ പോക്കർ ക്ലബ്ബിലാവട്ടെ ഹീറോയുടെ പെരുമയായിരിക്കും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവൻ ഭയങ്കരനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ ചേർന്ന പുതിയ പയ്യനോട് ഞങ്ങളെപ്പോലത്തെ എല്ലാം തികഞ്ഞ ഭയങ്കരനായ ക്യാപ്റ്റനാണ് നിന്റെ ക്യാപ്റ്റൻ എന്ന് ഹീറോയെ പുകഴ്ത്തി പറയും. ആ ചെറുക്കനും അത് കേട്ടിങ്ങനെ ഭ്രമിച്ചിരിക്കുകയാണ്. അപ്പോഴായിരിക്കും സ്റ്റൈലായിട്ട് ഹീറോ എൻ്റർ ആവുന്നു. ആരെക്കുറിച്ചാടാ സംസാരിക്കണേന്നൊക്കെ ചോദിച്ചിട്ട് കൂട്ടുകാർ പറയും, നീ പേടിച്ച് മുള്ളിയ കഥയാണ് സംസാരിച്ച്, നീ വലിയ ജാടയൊന്നും കാണിക്കണ്ടെന്ന്. ഇതും പറഞ്ഞ് എല്ലാവരും ചിരിക്കുന്നു. അപ്പോഴായിരിക്കും ഹീറോ നടന്ന സംഭവത്തിലെ യാഥാർത്ഥ്യം ആലോചിച്ച് നോക്കുന്നു. ഹീറോ വെടിവെച്ചിട്ട് കഴിഞ്ഞ് ഈ സൈക്കോയുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് പിടിച്ച് മാറ്റാൻ നോക്കി. അപ്പോഴാണ് ശ്രദ്ധിക്കുന്ന സൈക്കോയുടെ കയ്യിലെ തോക്ക് അവൻ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. മാറ്റാൻ കഴിയുന്നില്ല. അയാളെ മുഖം മൂടി മാറ്റി നോക്കുമ്പോൾ താൻ അന്വേഷിച്ചു വന്ന സൈക്കോ അല്ല ഇവിടെ മരിച്ചു കിടക്കുന്നതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകും. സൈക്കോ മറ്റാരെയോ കുടുക്കിയിട്ട് രക്ഷപ്പെട്ടു. എന്നാൽ ഈ കാര്യം പുറത്തു പറഞ്ഞാൽ ഹീറോ ഒരു കൊലയാളിയാകും, മണ്ടനാകും, കിട്ടാനുള്ള ആനുകൂല്യമൊന്നും കിട്ടൂല. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം മറച്ചുവെച്ച് അത് തന്നെയാണ് സൈക്കോ എന്ന് പറഞ്ഞിട്ട് ഹീറോ ഒരു ഹീറോ ആയിട്ട് മാറാണ്. ഡിപ്പാർട്ട്മെന്റിലെ വലിയ ക്യാപ്റ്റനും ആവും. ഇനിയെങ്കിലും എനിക്ക് അവനെ പിടിക്കണം എന്നൊക്കെ ഹീറോ പറയുന്നുണ്ട്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം ആ വില്ലന്റെ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ആ സിറ്റിയിൽ ഉണ്ടാവില്ല. അവനെ പിടിക്കാൻ പറ്റുമോ ഇല്ലാതെ മറ്റൊരു ഹനിബൽ ലെക്ടർ ആണോ എന്നുള്ളത് ഇനി വരുന്ന അടുത്ത പാർട്ടിലൂടെ നമുക്ക് കാണാം. ഇപ്പോഴത്തെ പോക്കർ നൈറ്റ് അവസാനിച്ചിരിക്കുന്നു. സോ ഗൈസ്, എങ്ങനുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു